എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായം 5-ാമത് വാക്യം. ജനമധ്യേ നിന്ന് അവരെ ഓടിച്ചു കളയുന്നു, കള്ളനെപ്പോലെ അവരെ ആട്ടിക്കളയുന്നു എന്നുള്ള വചനമാണ്. സമൂഹത്തിൽ ജീവിപ്പാൻ കഴിയാത്ത നിലകളിൽ അപഹാസ്യരായിത്തീരുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. ജീവിതത്തിനകത്ത് ഉപജീവനത്തിന് മാർഗമില്ലാത്തവർ, ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് ആകെ തളർന്നിരിക്കുന്ന ആളുകൾ, ബലശാലികളായ ആളുകളുടെ കയ്യൂറ്റം നിമിത്തം ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെട്ടുപോയിരിക്കുന്ന ആളുകൾ, കുറുങ്കാട്ടിൽ മണൽച്ചീര പറിപ്പാൻ വേണ്ടി കാട്ടുകിഴങ്ങ് ആഹാരത്തിന് കിട്ടുമോ എന്നോർത്ത് പരിധി നടക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന്റെ മുൻപിൽ പരിഹാസമായിരിക്കുന്നു എന്നതുകൊണ്ട് അവരെ ജനമധ്യത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അപവാദ സംസാരങ്ങൾ കൂടി ചേർന്നു വന്നപ്പോൾ അവരനുഭവിച്ച വേദനകളും അവർ നാട് വിട്ടു പോകേണ്ടി വരുന്ന പശ്ചാത്തലങ്ങളുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിപ്പാനും സാധിക്കുന്നതെന്ന് മറന്നുകളയരുത്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, താഴേക്കുള്ള വചനങ്ങളൊക്കെ വായിക്കുമ്പോഴും സമൂഹത്തിന്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയാത്ത തലത്തിൽ ഇഫ്താഗ് അപമാനിതനായി തീർന്നിരിക്കുന്നു എന്നതാണ്. താൻ ചെയ്യാത്ത തെറ്റുകളുടെ മുൻപിൽ താൻ നിരപരാധിയായിരിക്കെ സഹോദരന്മാരുടെ മധ്യേ ജീവിപ്പാനായിട്ട് കഴിയാത്ത തലത്തിൽ താൻ ഒരു പരിഹാസമായി തീരുകയും സഹോദരന്മാർ തന്നെ ഇഫ്താഗിനെ അവരുടെ ഇടയിൽ നിന്ന് ഓടിച്ചു കളയുകയും ചെയ്യുകയാണ്. താന് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി മറയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 13-നുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴും ജനമധ്യേ നിന്ന് ഓടിച്ചു കളയപ്പെട്ടവരെക്കുറിച്ച് കാണുവാനും ഗ്രഹിപ്പാനും സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് ജനമധ്യേ ജീവിക്കാൻ കഴിയാത്ത തലത്തിൽ, അവർ നമ്മെ നാട് വിട്ടു പോകത്തക്ക തലത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളോ ഏതെങ്കിലും പ്രശ്നങ്ങളോ കഷ്ടതയോ ഒക്കെ കാരണമായി വന്നേക്കാം. എന്നാൽ ഓടി ഒളിക്കേണ്ടി വന്നാലും നമ്മെ മാനത്തോടെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇഫ്താഗിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ഓടിച്ചു കളഞ്ഞ സഹോദരന്മാർ തന്നെ ഇഫ്താഗിനെ തേടിച്ചെന്ന്
അവർക്ക് പ്രഭുവാക്കി വെച്ചു എന്ന് നാം ഓർക്കുമ്പോൾ ഒരിക്കൽ ദുഃഖവും നിന്ദയും ഓടിച്ചു കളയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നാളുകളിൽ നാം ദൈവത്തോടുകൂടെ വസിക്കുന്നെങ്കിൽ നമുക്കൊരു മടങ്ങിവരവിന്റെ കാലമുണ്ട്. ആട്ടി ഓടിച്ചവർ, കൊള്ളില്ലെന്ന് പറഞ്ഞവർ നമ്മെ ചേർത്ത് പിടിക്കുന്നൊരു കാലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ ക്ഷീണിച്ചു പോകുകയല്ല, സധൈര്യം നിൽപ്പാനുള്ള കൃപ ദൈവം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിൽപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.